ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതാക്കേണ്ട കാര്യമുണ്ടോ? ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി പലതും കാണുമ്പോൾ തോന്നാം. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. തൃക്കാക്കര തന്നെ താങ്കളുടെ ഒരു മണ്ഡലമായിട്ട് താങ്കൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. അത് തൃക്കാക്കരയിൽ നമുക്ക് ആക്ച്വലി അങ്ങനത്തെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും തയ്യാറാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു മണ്ഡലം. ഇവിടെ എന്ത് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ്സേ ജയിക്കുള്ളൂ. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. കുറച്ച് പേർ അഖിലിനെ തെറി വിളിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കണം. കുറച്ച് പേർ അഖിലിനെ പറ്റി നല്ലത് പറയും, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഞാനാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ. അതാണോ നിങ്ങളുടെ നിലപാട്? പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ആരുടെ ഭാഗത്താണോ സത്യം, ആ സത്യത്തിനൊപ്പം നിൽക്കും. അതാണ് എന്റെ നിലപാട്. അത് അന്നും ഇന്നും എന്നും. ഡോക്ടർ അരുൺകുമാറിന്റെ കാര്യം, അരുൺകുമാർ ആർക്കും കൊടുക്കാത്തൊരു പ്രാധാന്യം താങ്കൾക്ക് ആ ഒരു ദിവസം 2-3 തവണയായിട്ട് തരികയും ചെയ്തു. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേ മതിയോ? എല്ലാ ആളും അതിപ്പം 100% തോക്കും ഉറപ്പുള്ള ഒരാളും ഞാൻ ജയിക്കുമെന്നല്ലേ പറയുള്ളൂ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൽ നിന്ന് വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞു, പിന്നെ നിങ്ങൾ അരുൺകുമാറിനെ ടാർഗറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് അരുൺകുമാർ എടുത്തിട്ട് ഇലക്ഷൻ ദിവസം പറഞ്ഞു, അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും